കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിഷ്ണു ജോലിക്ക് പോകുന്നതും ശാലിനിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതൊക്കെ കണ്ടിരുന്നു. അങ്ങനെ വിഷ്ണു പണവുമായി നമ്മുടെ സത്യഭാമയ്ക്ക് വിഷ്ണുവിന് കോപ്പിൽ പണിക്ക് പോകണം. അപ്പോൾ ഒരു സഞ്ചിയിൽ സാധനങ്ങളുമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ രാഘവൻ നായർ ചോദിക്കുന്നത് എവിടെയാണ് മോനെ പോകുന്നത്? അപ്പോൾ പറയുന്നത് 2 ദിവസത്തേക്ക് ഞാനിവിടെ കാണത്തില്ല. അങ്ങനെ കയ്യിലിരുന്ന പൈസ എണ്ണയിട്ട് നമ്മുടെ സത്യഭാമയ്ക്ക് നേരെ നീട്ടുകയാണ്. അപ്പോൾ സത്യഭാമ അത് വാങ്ങുന്നില്ല. അവരുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവരാണെങ്കിൽ അങ്ങ് ആളി കത്തുകയാണ്. നിൻ്റെ പണം എനിക്ക് വേണ്ട, എനിക്കിപ്പോഴും ജീവിക്കാൻ അറിയാം, അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് സത്യഭാമയ്ക്ക് അറിയാം എന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പം നമ്മുടെ രാഘവൻ നായർ പറയും, നീ ഇങ്ങനെയൊക്കെ പറയാതെ ഒരു ദിവസം നീ ഇതിനു വേണ്ടി കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും, നീ പൈസ വാങ്ങാനൊക്കെ പറയുന്നു. പക്ഷെ സത്യഭാമ കൂട്ടാക്കുന്നില്ല. അപ്പോൾ വിഷ്ണു ചോദിക്കുന്നു, ഞാൻ എന്താ നിങ്ങളുടെ ആരുമല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു വിലയും ഇല്ലല്ലേ, ഞാൻ പിന്നെ എന്തിന് പണിക്ക് പോകണം എന്നും പറഞ്ഞിട്ട് ആ സഞ്ചി ഒറ്റയേറ് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് സത്യഭാമ പൈസയൊക്കെ വാങ്ങി വയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ വിഷ്ണു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവരുടെ ലോറി പഞ്ചറാവുകയാണ്. പഞ്ചറാകുന്ന സമയത്ത് വിഷ്ണുവും എൻ്റെ സുഹൃത്തും കൂടി അത് നേരെയാക്കുകയാണ്. അപ്പോൾ ഈ സത്യഭാമ അതുവഴി പോകുമ്പോൾ അത് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിന് ഭയങ്കര വിഷമം തോന്നി. ഇതെല്ലാം തിരിച്ചടികൾ തന്നെയാണോ, തനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരു സങ്കടപ്പെടുന്നൊക്കെയുണ്ട്. അവർ മാറി ചിന്തിക്കാൻ ചാൻസൊക്കെയുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ സത്യഭാമയെ വിഷ്ണു കണ്ടെങ്കിലും അവരതൊന്നും കൂട്ടാക്കാതെ അതൊക്കെ ടയറൊക്കെ നേരെയാക്കുകയാണ്. അപ്പോഴാണ് കുറേ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. അങ്ങനെ വിഷ്ണു നമ്മുടെ ഒരുത്തനെ നന്നായിട്ട് പുറകിലോട്ട് കൈ തിരിച്ച് നല്ല പൊട്ടീര് കൊടുക്കുകയാണ്. അപ്പം വിഷ്ണു പറയുന്നുണ്ട്, എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിന്നൂടെ, അങ്ങനെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ്. അങ്ങനെ വീണ്ടും വിഷ്ണുവിനെതിരെ എനിക്ക് തോന്നുന്നു ചന്ദ്രബോസ് വിട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർ പുതിയ സുസ്മിതയും ചന്ദ്രബോസും വീണ്ടും പുതിയ പദ്ധതികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ശാലിനിക്കെതിരെ വീണ്ടും ശാലിനിയുടെ ജോലി കളയാനുള്ള രീതിയിലൊക്കെ ഓരോന്നൊക്കെ അവർ ഇത് ചെയ്യുകയാണ്. അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടിസീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അതുപോലെ സുസ്മിതയും ചന്ദ്രബോസും പുതിയ പദ്ധതികളൊക്കെ അവർക്കെതിരെ വീണ്ടും ഉന്നയിക്കുകയാണ്. പിന്നെ നമ്മുടെ സത്യഭാമയ്ക്ക് അപ്പോൾ പിള്ളയാണെങ്കിൽ സത്യഭാമയുടെ അവിടെ അവരെ കാണാൻ വേണ്ടി വരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്തോ ഒരു ബിസിനസ്സിൻ്റെ കാര്യം എന്തോ സംതിങ് ആണ് പറയുന്നത്. അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളിൽ പോയി ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സത്യഭാമയെ കൊണ്ട് അത് പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പോൾ സത്യഭാമ അത് റിയൽ എസ്റ്റേറ്റ് ആണോ, അത് ചായക്കട നടത്താനോ അങ്ങനെ എന്തോ രീതിയിലാണ് വ്യക്തമായിട്ടല്ല പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.